எதுக்காக என்கிட்ட வராங்கன்னு தெரியல. 20 வருஷமா ஆட்டோ ஓட்டினேன். நான் இன்னும் பெருசாலாம் சம்பாதிக்கல. ஓகேவா? என் வாழ்க்கையை கேள்விக்குறாக்கிட்டீங்க. இப்ப என்ன இது திரும்பி எப்படி சரியாகும்? நான் யாருமே தெரியாது பிரதர். எனக்கு தெரியுமான்னு கேட்க சொல்லுங்க. நீங்க விருதுநகர்ல வந்து இல்ல பிரதர், யாரும் வேணா கேட்க சொல்லுங்க பிரதர். இல்லையே, கேவலம் ஏவரமே நான் பண்ணது இல்லையா வரைக்கும். நான் கோயிலுக்கு மட்டும்தான் நான் வந்திருக்கேன். அவங்க அப்பா தவசத்துக்கு வந்திருக்கேன், திருவனந்தபுரத்துக்கு. அந்த ஒரு இது பண்ணுவாங்கல்ல, அங்க வந்திருக்கேன். நான் வேற எங்குமே வந்தது இல்லை. ஏன் என்ன இப்படி பண்றீங்க? எதுக்காக பண்றீங்க? உங்களுக்கு என்ன வேணும்? ஒரு சாமானிய ஒரு ஆள் இல்ல பிரதர், நான் ஒரு சாமானிய ஆள். ஏடா நான் சூசைட் பண்ணி செத்துருவேன். കെ മാണി ഇന്നലെ ഈ കേരള കണക്ഷനെ പറ്റി ഡിമണി ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ കേരള കണക്ഷൻ ഉണ്ട്, കേരളത്തിൽ വന്നിട്ടുണ്ട്, തിരുവനന്തപുരത്ത് അദ്ദേഹം വന്നിട്ടുണ്ട്, ശബരിമലയിൽ പോയിട്ടുമുണ്ട്. ഇന്നാണത് പറയുന്നത് കേട്ടോ. ബാലസുബ്രഹ്മണ്യൻ്റെ ഈ പറയുന്ന സിം, അദ്ദേഹത്തിൻ്റെ പേരെടുത്ത സിമ്മിൽ എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്ന് ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല. ഡിമണിക്ക് സ്വർണ്ണക്കടത്തിൽ എന്തെങ്കിലും പങ്കിനുള്ള കൃത്യമായ തെളിവ് ഇപ്പോഴും എസ്ഐറ്റിക്ക് ഉണ്ടോ എന്നറിയില്ല. പക്ഷേ ഈ കരച്ചിലും കണ്ണീരും ശത്രുവേ എന്ന ആത്മഹത്യാ ഭീഷണിയൊക്കെ അങ്ങനങ്ങ് മുഖവിലക്കെടുക്കാൻ പറ്റിയൊരു നിഷ്കളങ്കതയാണോ ഈ ഡിമണിയിൽ കാണാനുള്ളത് ശ്രീ കെ മാണി? കാശ്മി അയാളെ കൃത്യമായിട്ട് ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ആ കാര്യങ്ങൾ പുറത്തേക്ക് വരൂ. ദുരൂഹതകളുള്ള ഒരു വ്യക്തിത്വമാണ് അയാൾ. കാരണം ഇന്നലെ നമ്മൾ വിഷ്വൽസ് കണ്ടു, ചാനലുകൾ അവിടെ പോയി എടുത്തിരുന്നത്. കാരണം ഈ ഒരു അന്വേഷണ സംഘത്തിൽപ്പെട്ട ഒരു DYSP ആണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹവും പിന്നെ വേറെ മറ്റ് ഓഫീസർമാരും ഉണ്ട്. അപ്പോൾ ആ അടഞ്ഞു കിടക്കുന്ന വാതിലിൻ്റെ പാളികൾക്കിടയിലൂടെ വിഷ്വൽസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ആ സമയം വളരെ നെർവസ് ആയിരുന്നു. കേരള പോലീസിനെ കണ്ട ആദ്യ നിമിഷങ്ങളിൽ അയാൾ പകച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഏതാനും സെക്കൻഡുകൾക്കകം അയാൾ പെട്ടെന്ന് അത് എന്താണ് പറയുന്നത്, റിക്കവർ ചെയ്തു. എന്നിട്ട് അയാൾ മനസ്സിലാക്കിയത് കേരള പോലീസിൻ്റെ കയ്യിൽ അയാളെപ്പറ്റി കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും ഇല്ല എന്നുള്ളൊരു ആത്മവിശ്വാസം അയാളുടെ പെരുമാറ്റത്തിൽ, ബോഡി ലാംഗ്വേജിലും ഒക്കെ കാണാൻ സാധിച്ചു. അത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ ആ ഡോറിലൂടെ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ DYSP കുറച്ചുകൂടെ ഗൗരവത്തിലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ അയാൾക്ക് അത്രമാത്രം ഇതാവാൻ ആയില്ലായിരുന്നു. വളരെ ലാഘവത്തോടുകൂടി കാണുന്ന രീതിയിലാണ് ആ ചോദ്യം ചെയ്യലെന്ന് പറയാൻ പറ്റില്ല. സംഭാഷണമാണെങ്കിൽ പോലും അത് കണ്ടു. പക്ഷെ ഡിമണി എന്തോ കാര്യങ്ങൾ ഉള്ളത് തന്നെയാണ്. ഈ പ്രവാസി വ്യവസായിയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിമണിയിലേക്ക് പോയത്. ഡിമണി കേരളത്തിൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വന്നിട്ടില്ല, ആകെ ശബരിമലയ്ക്ക് മാത്രമേ പോയിട്ടുള്ളൂ എന്നാണ് ഇന്നലെ പറഞ്ഞത്. പക്ഷേ ഇന്ന് അയാൾ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്നുണ്ട്, ഞാൻ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ഏത് കാലഘട്ടത്തിലാണ്, എങ്ങനെയാണ്, എത്ര പ്രാവശ്യം വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് അയാൾ ഒന്നും തന്നെ പറയുന്നില്ല. അപ്പോൾ അയാൾ ശരിക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ ബാലമുരുകൻ എന്ന് പറഞ്ഞ ആളുടെ തയ്യൽക്കാരനാണ്, വേറെ സാധാരണ തയ്യൽക്കാരൻ. അയാൾ തന്നെ പറയുന്നതനുസരിച്ച് ഒരു മാസം ഇയാൾ 4-5 സെറ്റ് ഡ്രസ്സുകൾ തയ്പ്പിക്കാൻ വരാറുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതിനർത്ഥം അയാൾ യാത്ര ചെയ്യുന്നു, എവിടെയെല്ലാമോ പോകുന്നു, അയാളുടെ വസ്ത്രങ്ങൾ പുതിയതായി വാങ്ങുന്നു എന്നുള്ളതാണ്. പിന്നെ അയാൾ പറയുന്ന പല കാര്യങ്ങളിലും ദുരൂഹത അല്ലെങ്കിൽ ഈ പറയുന്ന പ്രവാസി വ്യവസായ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം മറച്ചു വെക്കുന്നുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ കേരളത്തിന് അറിയാവുന്ന വ്യവസായം തന്നെയാണ്. അദ്ദേഹത്തെ അറിയുന്നവർക്ക് അദ്ദേഹം അങ്ങനെ ഒരു കള്ളം പറയേണ്ട കാര്യം ഉണ്ട് എന്ന് അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യമുള്ള വ്യവസായം അല്ല. അദ്ദേഹത്തിന് കേരളത്തിന് അറിയുന്ന ആളാണ്. ശ്രീ കെ മാണി, ഈ പറഞ്ഞ ഡിമണിയെ കണ്ടതിന് ശേഷം SIT ഈ പ്രവാസി വ്യവസായ ആൾ ഇത് തന്നെയാണ് ചോദിക്കുന്നുണ്ട്, ആൾ ഇത് തന്നെയാണെന്ന് പറയുന്നുണ്ട്. അവിടെ പോയി അന്വേഷിക്കുമ്പോൾ ഇയാളുടെ ഈ പറഞ്ഞ ഓട്ടോക്കാരനായി തുടങ്ങി 6 വർഷത്തിലുള്ള ഇയാളുടെ മാരകമായ സാമ്പത്തിക വളർച്ച, ഡിണ്ടുകല്ലിൽ കണ്ണായ സ്ഥലത്ത് 3 നില ബിൽഡിങ്, ഈ പറഞ്ഞ ബാക്കി ആസ്തി വകകൾ ഒക്കെ സംശയത്തിൽ നിലയിൽ തന്നെയാണ്, ഒരു തർക്കമില്ല. പക്ഷേ ഇത് കേവലം മൊഴി മാത്രം പോരല്ലോ. ഇതിലേക്ക് നയിക്കണമെങ്കിൽ കൃത്യമായ തെളിവുകൾ വേണം. അത് കിട്ടുമോ എന്നാണ് ചോദ്യം ശ്രീ കെ മാണി. തീർച്ചയായിട്ടും അതിന് കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കും. കാരണം ഇയാളെ തിരിച്ചറിഞ്ഞുവെങ്കിൽ ബാക്കിയുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടത് SITയുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം അവിടെ MSRD എന്നാണ് അയാളുടെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത്. അയാളുടെ പേരെന്ന് പറയുന്നത്, അയാൾ പറയുന്നതനുസരിച്ച് M സുബ്രഹ്മണ്യൻ എന്നാണ്. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന മണി. അപ്പം MSRD എന്നുള്ളതിലെ D എന്താണെന്ന് നമ്മൾ ആരും തന്നെ അത് ശ്രദ്ധിച്ചിട്ടില്ല. കാരണം ആ കെട്ടിടത്തിൻ്റെ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളതാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിൽ അയാളെപ്പറ്റി എതിരായിട്ട് അഭിപ്രായങ്ങളൊന്നുമില്ല. പോലീസിൽ നല്ല അഭിപ്രായം, നാട്ടുകാർക്കും നല്ല അഭിപ്രായം. പെട്ടെന്നൊരു വളർച്ച 6 വർഷത്തിനുള്ളിൽ ഉണ്ടായി എന്ന് പറയുന്നതല്ലാതെ അയാളുടെ കച്ചവടങ്ങളെ സംബന്ധിച്ചൊന്നും പറയാൻ സാധിക്കുന്നില്ല. അയാൾക്ക് മറ്റ് മുഖങ്ങളുണ്ടെന്നുള്ളത് തന്നെയാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം അയാൾക്ക് ചെന്നൈയിലും വിരുദ്നഗറിലും ഈ പറഞ്ഞ ഡിണ്ടുകളിലും അയാൾക്ക് ഓഫീസുള്ളതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അപ്പം അയാൾ ആരുടെയെങ്കിലും ബിനാമിയാണോ? അതായത് ഈ പുരാവസ്തു
അല്ലെങ്കിൽ പഞ്ചലോഹ വിഗ്രഹങ്ങൾ, ആ രീതിയിലുള്ള ആൻറ്റിക് വാല്യൂ ഉള്ള സാധനങ്ങളുടെ ഇൻ്റർനാഷണൽ കച്ചവടത്തിലോ ശൃംഖലയിലോ അതുമായി ബന്ധപ്പെട്ട ഗൂഢസംഘങ്ങളുടെ ഒരു ബിനാമിയാണോ ഒരു ഇടനിലക്കാരനാണോ എന്ന് നമ്മൾ സംശയിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫോൺ അയാൾ 6 വർഷമായിട്ട് ആ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഈ പറഞ്ഞ തയ്യൽക്കാരൻ്റെ ഫോണാണ് അയാൾ ഉപയോഗിക്കുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇതിനെ സംബന്ധിച്ച് ഒന്നും തന്നെ ഇയാളുടെ നീക്കങ്ങളെ പറ്റി അറിഞ്ഞുകൂടാ. അപ്പോൾ വ്യക്തമായിട്ടും അയാളെ ഓഫീസിലിരുത്തി അല്ലെങ്കിൽ ഈ പറഞ്ഞ SITയുടെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കയറ്റി നിർത്തി ശക്തമായ രീതിയിൽ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ തെളിയിക്കാൻ പറ്റൂ. എന്നാൽ നോട്ടീസ് കൊടുത്തുകൊണ്ട് വരുമെന്ന് പ്രതീക്ഷിച്ചാൽ വരുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഈ പറയുന്ന കണ്ണുനീരും ആ നിഷ്കളങ്കത നാട്യവും ഒക്കെ സത്യമാണോ എന്നുള്ളത് അപ്പോൾ അറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.